ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പേഷ്യന്റ് സ്വയം ഇഞ്ചെക്ട് ചെയ്താണോ? അതെ ഡോക്ടർ. അപ്പോ ആത്മഹത്യ ശ്രമമാണ്. അമ്മയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് ഡോക്ടർ? ക്രിട്ടിക്കലാ. ശരീരത്തിനകത്തെത്തിയിരിക്കുന്നത് മാരകമായ വിഷമാ. അവരത് തരണം ചെയ്യുമെന്നുള്ളത് പെട്ടെന്ന് പറയാനൊക്കില്ല. ഞാൻ മോളെ കൊണ്ട് മറ്റൊരു റൂമിലേക്ക് പോ. വാ മോളെ വാ. സാറേ, നമുക്ക് ആ പാമ്പിനെ ഒന്ന് നോക്കാം സാറേ. വാ. അയ്യോ പാമ്പ്. ഇല്ല മോളെ, പാമ്പൊന്നും ഇല്ല. കിടന്നു. വാ സാറേ. ഇനി ഗാതമാർത്തിന് തോന്നലാണോ സാറേ? അല്ലടോ മാണിക്കുഞ്ഞെ, ഞാനും കണ്ടതല്ലേ. ഞാൻ അതിനെ ഫോളോ ചെയ്തതാ. എന്തൊരു കഷ്ടമാ സാറേ. അമ്മായി മുടക്കാത്തത് പാമ്പ് മുടക്കി. ശാപം അവസാനിച്ചു എന്ന് പൂജാരി സിദ്ധനും പറഞ്ഞു. അതിന്റെ ലക്ഷണങ്ങൾ മുഴുവൻ കാണിക്കുകയും ചെയ്തു. ഇപ്പൊ ഈ കാണുന്നതിന്റെ പൊരുളെന്താമ്മേ? അത് തന്നെയാ ഞാനും ചിന്തിക്കുന്നേ. പലതും പറഞ്ഞ് മനസ്സിനെ സമാധാനപ്പെടുത്താൻ നോക്കിയെങ്കിലും ഒന്നിലും മനസ്സുറയ്ക്കുന്നില്ലെന്നെന്താ? വീണ്ടും ഒരു പരീക്ഷണത്തിന് കളരിക്കൽ കുടുംബം തയ്യാറാകണമെന്നാണോ? എല്ലാവരും വലിയ വലിയ പ്രതീക്ഷകളോടെയായിരുന്നു, നവീനും ഗാതമോളും. പക്ഷേ നവീനെ കൺമുന്നിൽ കാണുമ്പോ ഭയമാണ് ഗാതമോൾക്ക്. ഇത്രയും നാള് നവീനെ ജീവനെ പോലെ സ്നേഹിച്ചു കുട്ടി. അവനെ അടുത്ത് നിൽക്കാൻ പാടില്ല എന്ന് വിളിച്ചു പറയുന്നത് സഹിക്കാനാവുന്നില്ല. അവളുടെ കുഴപ്പമില്ലല്ലോ മേ, മനസ്സിലെ ഓരോ തോന്നലല്ലേ. നന്ദ, നാളെ നമുക്ക് പൂജാരിയുടെ അടുത്ത് ഒന്നുകൂടി പോണം. സംഭവിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയണം. അതെ മേ, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറം നിൽക്കുന്ന കാര്യങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ തരവില്ലല്ലോ. അവര് പറഞ്ഞ ഒരു വാക്കും ഒരു കാലത്തും പിഴച്ചതായി എനിക്ക് ഓർമ്മയില്ല. ഇത്തവണ എന്താ പറ്റിയെന്നറിയില്ല. കുറച്ചു നേരത്തേക്ക് കാർമേഘങ്ങൾ മൂടുന്നത് പോലെ. കളരിക്കലെ നാഗശാപത്തിനെ ആരെങ്കിലും മറച്ചു പിടിച്ചോ? അതുകൊണ്ടാണോ അവരുടെയൊന്നും ദൃഷ്ടിയിലേക്ക് അത് തെളിയാതിരുന്നത്? വേണ്ട അമ്മ, ഇതാലോചിച്ചു മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. രാവിലെ തന്നെ നമുക്ക് പോകാം, വ്യക്തമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. അതിനു മുൻപ് ആ കുട്ടിയുടെ ഭയം ഒന്ന് മാറിയാ മതി. അവളുടെ മനോനില ഒന്ന് നേരെയായാ മതി. അവളുടെ മാത്രമല്ല, ഇതെല്ലാം കണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന നവീന്റെയും. എത്രയോ രാത്രികൾ ഇതുപോലെ വീർപ്പുമുട്ടി നിന്നിട്ടുണ്ട്. ഒന്ന് നേരം വെളുക്കാൻ വീണ്ടും ഒരിക്കൽ കൂടി വേദനിക്കുന്ന കാത്തിരിപ്പ്, അത്ര തന്നെ. പേഷ്യന്റ് സ്വയം ഇഞ്ചെക്ട് ചെയ്താണോ? അതെ ഡോക്ടർ. അപ്പോ ആത്മഹത്യ ശ്രമമാണ്. അമ്മയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് ഡോക്ടർ? ക്രിട്ടിക്കലാ. ശരീരത്തിനകത്തെത്തിയിരിക്കുന്നത് മാരകമായ വിഷമാ. അവരത് തരണം ചെയ്യുമെന്നുള്ളത് പെട്ടെന്ന് പറയാനൊക്കില്ല. പിന്നെ ആത്മഹത്യാ ശ്രമമായ നിലയ്ക്ക് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അവര് കേസെടുക്കും. അത് ഒഴിവാക്കാൻ പറ്റില്ല ഡോക്ടറെ. അതെ, ഞങ്ങളുടേതേ ഒരു പേരും പെരുമയുള്ള തറവാടാ. അപ്പൊ ഈ കാര്യങ്ങൾ പുറത്തറിഞ്ഞ എല്ലാവർക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെയാ മിസ്റ്റർ. കുടുംബം, പാരമ്പര്യം. പക്ഷെ സംഭവിക്കുന്നതൊക്കെ തിരിച്ചു. എനിവേ അവരുടെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അതൊക്കെ സംസാരിക്കാം.
ആശങ്കയുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാ അത് കൃത്യമായി നിങ്ങളോട് നേരിട്ട് പറയുന്നത്. നമുക്കൊരു 24 hours നോക്കാം. നിങ്ങൾ പോയിക്കോളൂ. അച്ഛാ, അമ്മ രക്ഷപ്പെടൂലേ? ഞാൻ എന്ത് പറയാനാ മോളെ? തെറ്റ് ചെയ്തത് ഞാനാ. പോലീസ് അന്വേഷണമൊക്കെ വന്നാ എന്നെ ചോദ്യം ചെയ്യൂലേ? ഞാൻ പേടിച്ചിട്ടെല്ലാം പറഞ്ഞു പോവും. അയ്യോ, അങ്ങനെയാണെങ്കിൽ വിഷം സംഘടിപ്പിച്ചെന്നോ ഞാനല്ലേ? അപ്പൊ ഞാനും അകത്താവൂലേ? അതെ, തറവാട്ടിലേക്കൊന്നും വിളിച്ചില്ല. ആ പാമ്പ് ഗാതെ കൊത്തിയിട്ടുണ്ടാവോ അച്ഛാ? അയ്യോ, ആ പാമ്പാട്ടിക്ക് കാശ് കൊടുത്തില്ല. അയ്യോ, ഈ സമയം കൊണ്ട് അയാൾ അവിടെ മൊത്തം കുളമാക്കി കാണും. ഗാഥയെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോഴൊക്കെ നമ്മൾ തന്നെ അല്ലടി മോളെ അനുഭവിക്കുന്നത്. അവൾക്ക് നാഗപ്രീതി ഉണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോ നമ്മൾ വിശ്വസിച്ചില്ല. പക്ഷെ സത്യം അതാണെന്ന് തോന്നുന്നേ. അല്ലെങ്കിൽ എങ്ങനെയാ എന്ത് ചെയ്താലും അവള് രക്ഷപ്പെടുന്നേ? രക്ഷപ്പെടാൻ അവളും ശിക്ഷിക്കപ്പെടാൻ നമ്മളും. എന്റെ നിർമ്മല ഒന്ന് കണ്ണു തുറന്നാ മതിയായിരുന്നു. ആ ബെസ്റ്റ്. ഞാനിവിടെ ഇരിക്കുന്നത് പാമ്പ് വരുമോ നോക്കാനാ. ദേ പാമ്പിനെ കണ്ട ആൾ ഉറക്കത്തിരുന്ന് ചിരിക്കുന്നു. ഇത് ഗാഥമാടത്തിന്റെ ഏതോ ഒരു കാര്യം ഓർത്തിട്ടാ. അങ്ങനെ ഇപ്പൊ സാർ ഒറ്റയ്ക്ക് സൂഹിക്കണ്ട. സാറേ 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 മണി സാറേ എഴുതിട്ടേ. എന്താണോ? സാറെന്താ ഉറക്കത്തിൽ കിടന്ന് ചിന്തിച്ചേ? എന്നാ ഒരു ചിരിയാ ചിരിച്ച സാറേ? ചിരിച്ചോ? ഞാനോ? ആ ചിരിച്ചു സാറേ. അതല്ലേ ഞാൻ വിളിച്ചുണർത്തിയത്. എടോ, തനിക്കിപ്പോ എന്നെ ഉണർത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ നല്ലൊരു സ്വപ്നം കണ്ട് കിടക്കായിരുന്നു. സാറേ സത്യം പറഞ്ഞാ സാറ് സ്വപ്നം കണ്ടോട്ടെ എന്ന് എനിക്ക് കരുതായിരുന്നു. പക്ഷെ മനസ്സിൽ ഇത്തിരി അസൂയ ഉള്ളത് കൊണ്ടേ ഞാൻ വിളിച്ചുണർത്തിയെന്നേ ഉള്ളൂ. താനവിടെ നിന്ന് പോയേ? എന്നാലും സാറിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കുറച്ചു മുമ്പേ പാമ്പിനെ കണ്ട് അലറി വിളിച്ച ആളാ ഇപ്പതാ കിടന്ന് സ്വപ്നം കാണുന്നു. മറ്റൊരു മുറിയിലെ ഗാഥമട സാറിനെ സ്വപ്നം കണ്ട് കിടക്കായിരിക്കും. ദേ ഇങ്ങോട്ട് നോക്കേ. ഇങ്ങനെ അപ്പുറത്തപ്പുറത്തും കിടന്ന് സ്വപ്നം കാണാതെ പോയി ഗാഥമടത്തെ ഇങ്ങോട്ട് വിളിച്ചോട്ടോ സാറേ. വേണ്ടടോ, കഥ സമാധാനമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങട്ടെ. എന്നാലും ഒരു സംശയം സാറേ, ഗാഥമാടം പാമ്പിനെ കണ്ടിട്ട് അങ്ങനെ പേടിക്കൂ? ബോധം കെട്ടു വീഴുവോ? നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഗാഥമാടം പാമ്പിനെ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നതെന്ന്.